ഇംഗ്ലണ്ടിലേക്ക് ഇസ്ലാം എങ്ങനെയാണ് എത്തിയതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ നമ്മൾ പൊതുവെ കേൾക്കുന്ന കഥകൾ പോലെയായിരിക്കില്ല അതിന്റെ ചരിത്രം. നമുക്കതൊന്ന് നോക്കാം. ദേ, ഈയൊരു വാചകം തന്നെ നോക്കൂ. ഇംഗ്ലണ്ടിലേക്ക് ഇസ്ലാം കടന്നുവന്നത് ഒരു യുദ്ധത്തിലൂടെയല്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പല ധാരണകളും മാറുന്നില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈയൊരു സംസ്കാരം ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ഇത്ര ആഴത്തിൽ വേരുപിടിച്ചത്? ഈ ടൈം ലൈൻ നമുക്കതിന്റെ ഒരു ചിത്രം തരും. കഥ തുടങ്ങുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. അന്ന് മുസ്ലിം വ്യാപാരികൾ അവിടെ എത്തിത്തുടങ്ങി. പിന്നെ മധ്യകാലഘട്ടമായപ്പോഴേക്കും അതൊരു വിജ്ഞാന കൈമാറ്റമായി വളർന്നു. 16-ാം നൂറ്റാണ്ടിൽ രാജകുടുംബങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു. ഒടുവിൽ ആധുനിക കാലത്ത് കുടിയേറ്റത്തിലൂടെയും സമൂഹങ്ങൾ രൂപപ്പെട്ടതിലൂടെയും ആ ബന്ധം കൂടുതൽ ശക്തമായി. അതായത് ഇതൊരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചൊരു മാറ്റമല്ല, നൂറ്റാണ്ടുകൾ നീണ്ടൊരു ഒഴുക്കായിരുന്നു. അപ്പോ ഇതിന്റെയൊക്കെ അടിസ്ഥാനമെന്താ? ഇതൊരു ആശയങ്ങളുടെ യാത്രയായിരുന്നു. വാളും പടയുമല്ല, പകരം കച്ചവടം, ശാസ്ത്രീയമായ അറിവുകൾ, നയതന്ത്രങ്ങൾ, പിന്നെ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ. ഇതൊക്കെയായിരുന്നു ഇസ്ലാമിനെ ഇംഗ്ലണ്ടിലെത്തിച്ചത്. അതെ, ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാം, ഇത് വളരെ പതുക്കെ സംഭവിച്ചൊരു കാര്യമാണ്. പഠനത്തിലൂടെയും മനുഷ്യർ തമ്മിലുള്ള കണക്ഷനുകളിലൂടെയും വളർന്നുവന്ന ഒരു സാംസ്കാരിക ഒത്തുചേരൽ. അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു വലിയ ചോദ്യം മനസ്സിൽ വരുന്നില്ലേ? ചരിത്രമെന്നത് എപ്പോഴും കീഴടക്കലുകളുടെ മാത്രം കഥയാണോ? അതോ അതിനേക്കാളൊക്കെ എത്രയോ ശക്തമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും കൊടുക്കൽ വാങ്ങലുകളും? ഈ ഒരു ചിന്ത നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير.